ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് നശിപ്പിക്കുകയും പുനരുദ്ധാരണമെന്ന ആഖിറത്തിലേക്ക് രണ്ടാമത് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ ആദ്യമായി ഭൂമി പിളരുന്നത് എനിക്ക് വേണ്ടിയാണ്. അവ്വലുമൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന, സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുന്നതും എനിക്ക് വേണ്ടിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. ഹബീബായ നബിയേ, അങ്ങയാണല്ലോ, അങ്ങയുടെ ശഫാഅത്താണ്, ശുപാർശയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ, തിന്മകളുടെ പാപങ്ങളുടെ ഭാണ്ഡവുമായി വരുമ്പോൾ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ നീതിയുടെ കോടതിയിൽ നിന്ന് റബ്ബിൻ്റെ ഫളല് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന നമ്മൾക്ക് ഏക പ്രതീക്ഷ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശഫാഅത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമറേ, നിങ്ങളുടെ മാതാപിതാക്കള്, മക്കള്, മറ്റു ഇഷ്ടജനങ്ങൾ എല്ലാവരെക്കാളും ഞാനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, അൻത അഹബ്ബു ഇലയ്യ മിൻ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കളെക്കാളും വലുത് അങ്ങ് തന്നെയാണ്. വമിൻ അബ്നാഇ, എൻ്റെ മക്കളെക്കാളും വലുത് അങ്ങ് തന്നെയാണ്. വമിൻ സായിരിൻ നാസ്, മറ്റെല്ലാ ജനങ്ങളെക്കാളും ഇല്ലാ മിൻ നഫ്സി, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്നത് അങ്ങ് തന്നെയാണ്. ഉള്ളതുപോലെ പറഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഹബീബ് പറഞ്ഞു, ലാ യാ ഉമർ, ആയിട്ടില്ല ഉമറേ. വമിൻ നഫ്സിക, നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. ഇതൊരു ഭയങ്കരമായൊരു ടാസ്ക്കാണ്. നമ്മുടെ ശരീരത്തെക്കാളും നമ്മുടെ വിശ്രമം, നമ്മുടെ ഉറക്ക്, നമ്മുടെ ആവശ്യം, ഇതിൻ്റെയൊക്കെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് തങ്ങളെ നമുക്ക് മുമ്പിൽ വെക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് പറയാൻ വലിയ എളുപ്പമാണ്, ജീവിതത്തിലേക്ക് പകർത്താൻ വലിയ ത്യാഗം വേണ്ടി വരും. സ്നേഹമുണ്ട് എന്ന് അവകാശപ്പെടൽ എളുപ്പമാണ്, പക്ഷേ ആ സ്നേഹത്തിൻ്റെ ശരിയായ പ്രകടനം അത് എളുപ്പമല്ല. അത് യഥാർത്ഥത്തിൽ മനസ്സിലുള്ളവർക്കേ പ്രകടിപ്പിക്കാൻ കഴിയൂ. ആ സ്നേഹം ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം ചിന്തിച്ചു. റബ്ബേ, കാട്ടറബിയായി ജീവിച്ചിരുന്ന ഞാൻ, കൽഹൃദയനായി ജീവിച്ചിരുന്ന ഞാൻ, ആ എന്നെ ഹിദായത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചത് ഈ റസൂലിലൂടെയാണ്. അപ്പോഴാണ് എനിക്ക് ഈമാൻ ഉണ്ടായത്. എൻ്റെ ഈ ലോകത്തെ ജീവിതം അർത്ഥവത്തായത് എൻ്റെ ഈ റസൂൽ കാരണമാണ്. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ഞാൻ കൊതിക്കുന്നു. ആ സ്വർഗം സാധ്യമാവണമെങ്കിൽ ഈ ഹബീബിൻ്റെ ശഫാഅത്ത് എനിക്ക് വേണം. അപ്പം എൻ്റെ ഈ ലോകവും എൻ്റെ നാളത്തേതും ഹബീബിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഉമർ എന്നവർ പറയുന്നു, എന്നാൽ പിന്നെ എന്നെക്കാളും ഞാൻ ഹബീബിനെയല്ലേ സ്നേഹിക്കേണ്ടത്? കുറച്ചു നേരം ഉമർ എന്നവരിങ്ങനെ ഒരു ആത്മഗതം സ്വന്തത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അൽ ആൻ അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, ഈ നിമിഷം എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന നബിയെ, അങ്ങ് എൻ്റെ ശരീരത്തെക്കാളും എനിക്കിഷ്ടപ്പെട്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുകയാണ്, എൻ്റെ ശരീരത്തെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങാണ് നബിയെ. ഇപ്പോഴാ ഹബീബിൻ്റെ മറുപടി, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഈമാൻ പരിപൂർണമായത്. നിങ്ങളുടെ ഈമാൻ പരിപൂർണമായത് ഇപ്പോഴാണ്. അതുകൊണ്ട് പുണ്യ നബി തങ്ങളുടെ മൗലിദ് റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും ഓരോരോ ക്ലിപ്പുകൾ ഉണ്ടാക്കി മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും റബീഉൽ അവ്വൽ പാടില്ല എന്ന് പറയുകയും ഹബീബിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം, നിങ്ങളുടെ ഈമാനിൻ്റെ പ്രഭയാണ് നിങ്ങൾ ഊതിക്കെടുത്തുന്നത്. സ്വഹാബികൾ നബി തങ്ങൾ കൊണ്ടുവന്നത് ഇത്തിബാ ചെയ്തവർ മാത്രമല്ല, നബി തങ്ങളോട് അടങ്ങാത്ത സ്നേഹമുള്ളവരാണ്. ആ സ്നേഹപ്രകടനം എപ്പോഴും വേണം, എപ്പോഴും വേണം. അതിനതിരുകളില്ല, അതിന് നിബന്ധനകൾ വെച്ചിട്ടില്ല നബി തങ്ങൾ. അരുതാത്തത്, ശറഇൽ പാടില്ലാത്തത് ചെയ്യരുത്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലാത്ത പക്ഷം എന്നും എപ്പോഴും എവിടെയും ഹബീബിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടേണ്ടതു തന്നെയാണ്. ഇതിലേത് മുഅ്മിനാ, ഈമാനുള്ളൊരു മനുഷ്യന് പറയാൻ കഴിയോ ഹബീബിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കരുത്? ഈമാനുള്ളൊരു മനുഷ്യന് പറയാൻ കഴിയോ? അതുകൊണ്ട് ഇത്തരം ആളുകൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്നൊരു ആത്മവിചിന്തനം ചെയ്യുക. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുന്നത് ലോക മുസ്ലിമീങ്ങൾ ഹബീബിൻ്റെ മൗലിദ് സദസ്സുകൾ ലോകത്തെമ്പാടും. യു എയിൽ ഇന്ന് ലീവാണ്, യു എയിൽ ഇന്ന് ലീവ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എയർപോർട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ ട്രാഫിക് സൈൻ പോയിന്റുകളുണ്ട്, എഴുതി കൊടുക്കുന്നു മൗലിദിൻ നബി ഷരീഫ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിൻ്റെ ജന്മദിനത്തിൻ്റെ ഒഴിവാണിന്ന്. ഹബീബ് ലോകത്തേക്ക് വന്നതിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. ലോകത്തെമ്പായിടത്തും എല്ലായിടത്തും കുറച്ചാളുകൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇരുളിൻ്റെ മറവിൽ
ഇരുട്ടിൽ നടക്കുന്നവരെ കേൾക്കുന്നുള്ളൂ, വെളിച്ചത്തുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയില്ല, അതിന് സമയമില്ല. അതുകൊണ്ട് ഹബീബിൻ്റെ പദാനങ്ങൾ വാഴ്ത്തപ്പെടട്ടെ എന്നും എന്നും. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി فإن فضل رسول الله ليس له فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه. അള്ളാഹുവിനോളം ഉയർത്തുകയോ അള്ളാഹുവിനോളം ദിവ്യത്വം നൽകുകയോ ചെയ്തുകൊണ്ട് പുകഴ്ത്താൻ പാടുള്ളതല്ല. എന്നാൽ അവിടുത്തെ തിരുനാത്തിനോട് യോജിക്കുന്ന എല്ലാ മഹത്വവും ഹബീബിന് വകവെച്ചു കൊടുത്തേ പറ്റൂ. ഫഇന്ന ഫളുല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഅരിബ അൻഹു നാതിഖുൻ ബിഫമി. വായ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നവർ, പേന കൊണ്ട് എഴുതി വെക്കാൻ കഴിയുന്നവർ, അവരാർക്കും എഴുതി പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം മഹത്വത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് ചുവട് വെച്ചു പോയ ഹബീബാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. പ്രവാചകന്മാരുടെ ശ്രേണിയിൽ ഏത് ഒരു നബിക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ മഹാസാഗരമേ നബിയെ, ഔന്നിത്യത്തിൻ്റെ മഹത്വത്തിൻ്റെ മഹാസാഗരമേ നബിയെ, എല്ലാ പ്രവാചകന്മാരുടെയും മീതയാണ് നബിയെ അങ്ങയുടെ സ്ഥാനം. ഇത് വകവെച്ച് കൊടുക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ, ഇത് പാടിപ്പുകഴ്ത്തേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആസ്ഥാന കവിയാണ്. മദീന പള്ളിയിൽ ഒരു ചെയർ ഇട്ട് കൊടുത്ത നബി തങ്ങളാ പറഞ്ഞത്, യാ ഹസ്സാൻ, ഹസ്സാൻ ഇബ്നു സാബിത്തേ, ഉഹ്ജുഹും ജിബ്രീലു മഅക്, നിങ്ങൾ പാടിക്കോളൂ, കവിതകളിലൂടെ ശത്രുക്കൾക്ക് മറുപടി കൊടുത്തോളൂ, അങ്ങേക്ക് ശക്തി പകരാൻ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മഹാൻ പാടുകയാണ് ഹബീബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി, നബിയേ അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ എൻ്റെ കണ്ണുകൾ കണ്ടിട്ടില്ല നബിയേ. വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയെക്കാളും നല്ല ഒരാളെ, അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ, അങ്ങയെക്കാളും പരിപൂർണതയുള്ള ഒരാളെ, ഒരു കുഞ്ഞിനെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, ഒരു ന്യൂനത പോലും ഇല്ലാതെയാണല്ലോ അല്ലാഹുവിൻ്റെ ഹബീബേ അല്ലാഹു നിങ്ങളെ പടച്ചത്, ഒരു ന്യൂനത പോലും അങ്ങയിലില്ല. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, അങ്ങെങ്ങനെയാണോ ജനിക്കാൻ ഇഷ്ടപ്പെട്ടത് അതുപോലെ അല്ലാഹു അങ്ങയെ പടച്ച പോലെ തോന്നുന്നു നബിയേ. അങ്ങയെ അല്ലാഹു പരിപൂർണതയുടെ എല്ലാ ആവരണങ്ങളും നൽകിയിട്ടാണല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതൊരു സ്വഹാബി ഹബീബിന്റെ മദ്ഹ് പറയലാണ്. സ്വഹാബിമാർ ഹബീബാ നബി തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പുണ്യ നബിയുടെ പദാനങ്ങൾ വാഴ്ത്തുകയായിരുന്നു. ആ അഷ്റഫുൽ ഖൽക്കിൻ്റെ ഓർമ്മകൾ സജീവമായി നിൽക്കട്ടെ. കാലാകാലങ്ങളിലേക്ക് ലോക ജനതകൾക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് കൈമാറിയ സ്നേഹത്തിൻ്റെ, കരുണയുടെ, ദയാവായ്പിൻ്റെ, നീതിയുടെ, സമത്വത്തിൻ്റെ അധ്യായങ്ങൾ എന്നുമെന്നും സജീവമായി നിലനിൽക്കട്ടെ. ആ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നൽകിയ ചിന്തയുടെ, പുഞ്ചിരിയുടെ, സന്തോഷത്തിൻ്റെ ഏറ്റവും നല്ല സുവിശേഷങ്ങൾ നമ്മൾ പാടി പറയുകയാണ്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് അഫ്ദലുൽ ഖൽഖി വ അഷ്റഫുർ റുസുലി, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠതയുള്ളവർ, മനുഷ്യരിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ കിടക്കുന്ന ഹബീബായ നബി തങ്ങൾ, അവിടുത്തെ ഉമ്മത്തികളാകാൻ ഭാഗ്യമുണ്ടായത് നമ്മുടെ സൗഭാഗ്യമല്ലേ? നമ്മുടെ സൗഭാഗ്യമാണത്. ഹബീബിൻ്റെ ഉമ്മത്തികളായി ജനിക്കാൻ പറ്റിയത്. ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തികളെ കുറിച്ച് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം അറിഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചു, മൂസ നബി അലൈഹിസ്സലാം, അള്ളാഹുവേ ആ പ്രവാചകന്റെ ഒരു ഉമ്മത്തിയായി ജനിക്കാൻ എനിക്ക് ഭാഗ്യം തന്നുകൂടായിരുന്നോ?
എന്തിനാണ് പ്രവാചകർക്ക് മുമ്പ് എന്നെ ജനിപ്പിച്ചത്? ആ പ്രവാചകരുടെ ഉമ്മത്തികളിൽ ഒരാളായി എനിക്ക് ജനിക്കാൻ കൊതിയാവുന്നു റബ്ബേ എന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. നമ്മുടെ ഭാഗ്യമല്ലേ അത്? വമിമ്മാ സാദനി ഇസ്സൻ വശറഫാ ومما زادني عزا وتيها وكدت بأخمصي أطأ الثريا دخولي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. അള്ളാഹുവിൻ്റെ ഹബീബിനെ സംബന്ധിച്ച് പറയുകയാണ്, അള്ളാഹുവേ വമിമ്മാ സാദനി ഇസ്സൻ വശറഫാ, എനിക്ക് ഏറ്റവും വലിയ മഹത്വം ലഭിച്ചത്, ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ചത്, എൻ്റെ കാലിൻ്റെ ഉള്ളം കൊണ്ട് സുറയ്യ നക്ഷത്രത്തെ ഞാൻ ചവിട്ടുകയാണ്. അത്രമേൽ ഉന്നതിയിൽ എത്തിപ്പിടിക്കാൻ എനിക്ക് സാധ്യമായത്. ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് റബ്ബേ നീ വിളിക്കുമ്പോൾ ആ വിളിയാളത്തിനുള്ളിൽ പെടുന്ന ആളാണല്ലോ ഞാൻ നിന്റെ ഇബാദിൽപ്പെട്ടവനാണല്ലോ. രണ്ടാമത്തേത് അഹ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് എൻ്റെ റസൂലാണ്, എൻ്റെ നബിയാണ്, എനിക്ക് നബിയായി തന്നല്ലയോ അല്ലാഹ്. അത് മാത്രം മതി എൻ്റെ അഭിമാനം, എൻ്റെ എല്ലാം എൻ്റെ മഹത്വത്തിൻ്റെ എല്ലാ ഉത്സാരവും. അല്ലാഹുവേ ഞാൻ നിൻ്റെ അടിമയാണ്, ഹബീബ് എൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖൽബ് കൊണ്ട് ബോധിക്കുമ്പോഴാണ്, ഹൃദയം കൊണ്ട് ബോധിക്കുമ്പോഴാണ് ഈമാനിൻ്റെ വെളിച്ചമുണ്ടാകുന്നത്, നിസ്കാരത്തിന് ആനന്ദമുണ്ടാകുന്നത്. സ്വലാത്തിനൊരു മധുരമുണ്ട്, ദിക്റിന് മധുരമുണ്ട്. പഴവർഗ്ഗങ്ങൾക്ക് മധുരമില്ലേ? പാനീയങ്ങൾക്ക് മധുരമില്ലേ? ഇബാദത്തിന് മധുരമുണ്ട്. ആ മധുരം അറിയണമെങ്കിൽ ഹബ്ബു റസൂലില്ലാഹ്, ഹബീബിനോടുള്ള സ്നേഹം ഖൽബിൻ്റെ ഉള്ളിൽ കയറണം. ഇല്ലാത്തവർക്ക് നിസ്കാരമുണ്ട്, ആനന്ദം കിട്ടില്ല. അള്ളാഹു ഇബാദത്തിൻ്റെ മധുരം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം രേഖപ്പെട്ട് കിടക്കുന്ന ജീവചരിത്രം, ഒന്നും മായ്ക്കപ്പെടാതെ, ഒന്നും പരാമൃഷ്ടമാവാതെ പോയ എല്ലാം കൃത്യമായി ഡോക്യുമെന്റഡ് ആണ് ഹബീബിൻ്റെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ സ്വഹാബിമാർ, അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഹബീബായ നബി തങ്ങൾ എപ്പോഴാണ് ചിരിച്ചത്, എപ്പോഴാണ് കരഞ്ഞത്, എപ്പോഴൊക്കെയാണ് പുഞ്ചിരിച്ചത്, എപ്പോഴൊക്കെയാണ് ഹബീബായ നബി തങ്ങൾ വ്യസനിച്ചു നിന്നുപോയത്, ആരോടൊക്കെയാണ് ഏതൊക്കെ വിഷയത്തിലാണ് നബി തങ്ങൾ ഇടപെട്ടത്, എവിടെയൊക്കെയാണ് ഹബീബ് ദേഷ്യപ്പെട്ടത്, എപ്പോഴൊക്കെയാണ് ഹബീബായ നബി തങ്ങൾ ശകാരിച്ചിട്ടുള്ളത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാസിച്ചിട്ടുള്ളത്, ആരോടൊക്കെയാണ് തർക്ക സ്വഭാവത്തിൽ സംസാരിക്കേണ്ടി വന്നത്, ആരോടൊക്കെയാണ് ഹബീബായ നബി എങ്ങനെയൊക്കെയാണ് പെരുമാറിയത്, എല്ലാം രേഖപ്പെട്ട് കിടക്കുകയാണ്. അവിടുന്ന് കാന ദായിമൽ ബിശ്രി, എപ്പോഴും പുഞ്ചിരിക്കുന്നവരായിരുന്നു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിരി ഒരു സ്വതഖയാണ് എന്ന് പഠിപ്പിച്ചില്ലേ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? പുഞ്ചിരിച്ചാൽ ദാനം ചെയ്ത കൂലിയാണ്, പുഞ്ചിരിച്ചാൽ നിങ്ങൾ സ്വതഖ കൊടുത്ത കൂലിയാണ്. അത് പറഞ്ഞവരാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സന്തോഷിച്ചത് നമ്മുടെ സന്തോഷമാണ്, അവിടുന്ന് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇഷ്ടമാണ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുമായിരുന്നു, സ്നേഹം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് മഹബ്ബത്തു ഫർളിൻ, രണ്ട് മഹബ്ബത്തു ഫളുലിൻ. ഒന്ന് അല്ലാഹുവിൻ്റെ ഹബീബിനോട് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട സ്നേഹമാണ്. രണ്ടാമത്തേത് ഹബീബായ നബി തങ്ങളിലേക്ക് ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സ്നേഹമുണ്ട്. ഏത് മുസ്ലിമും ഹബീബിനെ സ്നേഹിക്കൽ നിർബന്ധമുണ്ട്. അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കണം. നിസ്കരിക്കാൻ പറഞ്ഞാൽ അത് സ്നേഹത്തോടെ സ്വീകരിക്കണം. ഹിദായത്ത് ഹബീബായ നബിയിലൂടെ മാത്രമേ ലഭിക്കൂ എന്നത് ഹബീബായ തങ്ങളോട് നിർബന്ധമായും തോന്നേണ്ട മഹബ്ബത്തിൻ്റെ ഒരു കാരണമാണ്. എന്നാൽ പുണ്യനബി എങ്ങനെയാണ് നടന്നത്, എങ്ങനെ ഇരുന്നു, എങ്ങനെ വസ്ത്രം ധരിച്ചു, എങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു, എങ്ങനെയാണ് വെള്ളം കുടിച്ചത്, എങ്ങനെയാണ് ഹബീബാ നബി തങ്ങൾ വീട്ടിലേക്ക് കയറിയത്, എങ്ങനെയാണ് വാഹനത്തിൽ യാത്ര ചെയ്തത് എന്ന് തുടങ്ങി അവിടുത്തെ ജീവിതം മുഴുവനും എനിക്ക് അനുകരിക്കണം എന്ന് തോന്നുന്ന മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു മഹബ്ബത്ത് വേണം. ആ മഹബ്ബത്താണ് മഹബ്ബത്തു ഫളുൽ.
സൂറത്തു തൗബയിൽ നമ്മൾ ഓതി വെച്ച ആയത്ത് ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, കുടുംബജനങ്ങളെക്കാൾ, ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ, കച്ചവടത്തേക്കാൾ, സമ്പത്തിനേക്കാൾ, ഭവനത്തേക്കാൾ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിനെയുമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് പേടിക്കണം. ഈ ആയത്തിനെ അല്ലാമ ഇബ്നു റജബ് തങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കെ പറഞ്ഞ വാക്കുകളാണ്. മഹബ്ബത്തു ഫളുല് വേണം. ഹബീബിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ സുന്നത്തുകൾ എല്ലാം ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു സ്നേഹം വേണം. ഖൽബിനുൽ മഹബ്ബത്ത് വേണം. അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? അവരുടെ വീട്ടിലാണ് മദീനയിലേക്ക് നബി തങ്ങൾ എത്തിയപ്പോൾ ആദ്യമായി അന്തി ഉറങ്ങിയത്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ ലില്ലാഹി ദാഇ. മദീനയിലെ ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾ ഹബീബായ നബി തങ്ങളെ ദഫ്മുട്ടി പാട്ടുപാടി സ്വീകരിച്ചപ്പോൾ അന്ന് ഹബീബായ നബി തങ്ങൾ ആദ്യമായി താമസിക്കുന്നത്, ആ ഭാഗ്യം കിട്ടിയത് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനാണ്. മഹാനായ സ്വഹാബി. ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിലല്ല. അബൂ അയ്യൂബുൽ അൻസ്വാരി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് തുർക്കിയിലെ ഇസ്തംബൂളിൻ്റെ യൂറോപ്പ് സൈഡിലാണ്. അയ്യൂപ്പ് സുൽത്താൻ എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. അവിടുത്തെ പോലീസ് വണ്ടിയിലൊക്കെ എഴുതിയിരുന്ന അയ്യൂപ്പ് സുൽത്താൻ, അബൂ അയ്യൂബുൽ അൻസ്വാരി. ആ സ്വഹാബിയെ സുൽത്താൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉസ്മാനികൾ ആദരിച്ചത്. ഇപ്പോഴും അങ്ങനെയാണ്. അയ്യൂപ്പ് സുൽത്താൻ എന്നാ കാണുക. ബ് എന്നതിന് പി ആയിട്ട് എഴുതുക. അയ്യൂബ് സുൽത്താൻ. ആരാണത്? അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഷെയ്ഖ് കൂടിയായ മഹാനവറുടെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ റഹ്മത്തുള്ളാഹി അലൈഹി അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാൻ അബൂ അയ്യൂബുൽ അൻസ്വാരിയുടെ മഖാമിന് നേരെ മേലോട്ട് ഒരു കുന്നാണ്. അവിടെ ആ കുന്ന് മുഴുവൻ മഖ്ബറയാണ്. അതിൻ്റെ മീതയാണ്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. തങ്ങളും ആചാരമൊക്കെ പോയിട്ടുണ്ടാവും. അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് ആദ്യം വിരുന്ന് കൊടുത്ത സ്വഹാബിയാണ്. അവർ പറഞ്ഞു, നബിയെ, വീടിന് 2 തട്ടുണ്ട്, താഴെയുണ്ട് മേലെയുണ്ട്. ഹബീബായ തങ്ങളെ അങ്ങ് മേലെ മാളികപ്പുറത്ത് അങ്ങ് താമസിക്കണം നബിയെ, ഞങ്ങൾ താഴെ നിന്നോളാം. ഞങ്ങൾക്ക് പറ്റുന്നില്ല നബിയെ, അങ്ങ് താഴെ, ഞങ്ങളുടെ കാലുകൾക്ക് താഴെയോ? അതെനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും കഴിയില്ല. അപ്പോൾ പറഞ്ഞു നബി തങ്ങൾ, അബൂ അയ്യൂബ് വിഷമിക്കേണ്ട, എന്നെ കാണാൻ ഒരുപാട് ആളുകൾ വരൂലേ, അവർക്കൊക്കെ കയറിയിറങ്ങാൻ ഏറ്റവും നല്ലത് താഴെയാണ്, ഞാൻ താഴെ നിന്നോളാം. അങ്ങനെ ഹബീബായ തങ്ങൾക്ക് അവർ ഭക്ഷണം കൊണ്ടുകൊടുക്കും. അവിടുന്ന് കഴിച്ചതിൻ്റെ ബാക്കിയാണ് അബൂ അയ്യൂബ് തങ്ങളും ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹയും കഴിക്കുന്നത്. ഒരു ദിവസം ഭക്ഷണം തൊട്ടിട്ടില്ല നബി തങ്ങൾ, തൊടാതെ തിരിച്ചയച്ചു. ഭയങ്കരമായി പേടിച്ചു പോയി അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു. അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു വല്ലാത്ത ഭാഗ്യം കിട്ടിയ മഹാൻ ഹബീബായ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലയോ നബിയെ? എന്ത് പറ്റി? എന്തേ അങ്ങ് കഴിക്കാതെ വിട്ടത്? അപ്പോൾ പറഞ്ഞു, ഫീഹാ ഥൂമുൻ ഔ ബസ്വൽ, അതിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ രണ്ടാലൊന്ന്. ഹദീസിൻ്റെ റാവിക്ക് സംശയം, അതിലുണ്ട്, ഞാനത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. വഅന റജുലുൻ ഉനാജി, ഞാൻ അള്ളാഹുവിൻ്റെ മലക്കുകളോട് അഭിമുഖ സംഭാഷണം ചെയ്യുന്ന ആളാണ്, എനിക്ക് മലക്കുകളോട് സംസാരിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നു പോകുന്നവരാണ്, അവരോട് എനിക്ക് സംസാരിക്കണം. അപ്പോൾ എൻ്റെ വായയിൽ ദുർഗന്ധമുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ട് ഞാൻ തിന്നാതിരുന്നതാ. അപ്പോൾ ചോദിച്ചു, അഹറാമുൻഹു, നബിയെ, ഉള്ളി വെളുത്തുള്ളി ഹറാമാണോ എന്ന് ചോദിച്ചു. പച്ചയിൽ ഉള്ളി അരിയുമ്പോൾ അതിന് ഗന്ധമുണ്ടാവും, വേവിക്കുമ്പോൾ അത് ഉണ്ടാവില്ല. പക്ഷെ അത് പച്ചയിലായിരുന്നു അബൂ അയ്യൂബ് തങ്ങൾ കട്ട് ചെയ്തത് എന്നാണ് ഹദീസിൻ്റെ മാനയിൽ നിന്ന് മനസ്സിലാവുക. അപ്പോൾ ചോദിച്ചു, നബിയെ, ഉള്ളി ഹറാമാണോ എന്ന് ചോദിച്ചു. അല്ല, അത് ഹറാമല്ല, എനിക്ക്, ഞാൻ മലക്കുകളുമായി സംസാരിക്കുമ്പോൾ എൻ്റെ വായിൽ നാറ്റമുണ്ടാകുന്നത് മലക്കുകൾക്ക് ഇഷ്ടമാവില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കൂല. അബൂ അയ്യൂബ് തങ്ങൾ പറയാ, അന്ന് മുതൽ ഞാനും എൻ്റെ ഭാര്യയും നിർത്തി, അത് വേണ്ട എന്ന്. സുബ്ഹാനല്ലാഹ്, അതൊരു സ്നേഹപ്രകടനമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഹബീബായ നബി തങ്ങളെ ഒരു വിരുന്നിന് വിളിച്ചപ്പോഴേ ആ ഭക്ഷണം കൊടുത്ത ആള് നബി തങ്ങൾക്കുണ്ടാക്കിയ ഭക്ഷണത്തിൽ
മാംസത്തിൻ്റെ കൂടെ യഖ്തീൻ എന്ന് പറഞ്ഞാൽ മത്തൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതുവരെ മത്തൻ ഇഷ്ടമല്ല. പംകിൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പംകിൻ, മത്തൻ, യഖ്തീൻ. ദുബാ എന്ന് പറയും. ദുബാ ചുരങ്ങൾക്കും പറയും, മത്തനും, രണ്ടിനും പറയും. യഖ്തീൻ എന്ന് പറഞ്ഞാൽ മത്തനാണ്. അപ്പോൾ മത്തൻ ആ കറിയിലുണ്ട്. പുണ്യനബി കാന യതതബ്ബഹ്, നബി തങ്ങൾ കറിയിൽ നിന്ന് മത്തൻ്റെ കഷ്ണങ്ങൾ എടുത്ത് തിന്നത് കാണുമ്പോൾ ഫമിൻ ഹീനിഹാ അഹ്ബബ്ത് അൽ യഖ്തീൻ, ആ നിമിഷം മുതൽ എനിക്ക് മത്തൻ ഇഷ്ടമായി എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാം. ഇത് സ്നേഹത്തിൻ്റെ വലിയൊരു അടയാളമാണ്. മഹബ്ബത്തു ഫളുൽ, ഈ സ്നേഹം മുഅ്മിനിന് വേണമെന്നാണ് മഹാനായ ഇബ്നു റജബ് തങ്ങൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. മഹബ്ബത്തു ഫളുലിൻ, ആ സ്നേഹം കൊണ്ടാണ് ഉന്നതങ്ങളിലേക്ക് എത്താൻ പറ്റൂ. ആ മഹബ്ബത്ത് കൊണ്ടാണ് ഹബീബുമായി സ്നേഹത്തിൻ്റെ ഒരു പാലം പണിയാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ കൽബുകളെ തുറന്നു തരട്ടെ. അതിനുള്ളിലേക്ക് ഹബീബിൻ്റെ മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അള്ളാഹു നിറച്ചു തരട്ടെ. പുണ്യനബി പറഞ്ഞ ആ ഹദീത്ത് നമ്മൾ വ്യാഖ്യാനിച്ച് പൂർത്തിയായില്ല. അള്ളാഹുവിനെ സ്നേഹിക്കണേ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നവനാണ്. ഇത് പറഞ്ഞു, വഅഹിബ്ബൂനി ബിഹുബ്ബില്ലാഹ്, നിങ്ങൾ എന്നെ സ്നേഹിക്കണമേ, കാരണം അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം. പിന്നെ പറഞ്ഞു, അഹിബ്ബൂ അഹ്ല ബൈതി ബിഹുബ്ബി, എൻ്റെ അഹ്ലു ബൈത്തിനെ, തങ്ങന്മാരെ, സയ്യിദന്മാരെ നിങ്ങൾ സ്നേഹിക്കണമേ, കാരണം അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ അഹ്ലു ബൈത്താണ് അവർ. നിങ്ങളവരെ ചേർത്ത് പിടിക്കണം, അവരെ കുറ്റം പറയരുത്, അവരെ അപമാനിക്കരുത്. അഹ്ലു ബൈത്ത് ഞാൻ അവരെ സ്നേഹിക്കുന്നവരാണ്. ഇത് പറഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ അബൂബക്കറിൻ, അബൂബക്കറേ, ഒരു കാലഘട്ടം വരും, അന്ന് ജനങ്ങൾ അങ്ങയെക്കുറിച്ച് പഠിക്കും. അങ്ങ് എന്നോട് കാണിച്ച സ്നേഹം എത്രയായിരുന്നുവെന്ന് അന്നവർ കേൾക്കുമ്പോൾ അവർ എന്നോട് നിങ്ങൾ കാണിച്ച സ്നേഹം കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ ലോകത്ത് വരുന്നുണ്ട് സിദ്ദീഖേ, അവർ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾ എന്നെ സ്നേഹിച്ചത് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കൊണ്ട് ഈ ഉമ്മത്തിനെ ബന്ധിപ്പിക്കുകയാണ്. ദീൻ സ്നേഹമാണ്, മഹബ്ബത്താണ്. അള്ളാഹുവിനോട്, അവൻ്റെ റസൂലിനോട്, സ്വാലിഹീങ്ങളോട്, അഹ്ലുൽ ഇൽമിനോട്, ഹബീബിൻ്റെ അഹ്ലു ബൈത്തിനോട്, ഉലമാഇനോട്, മുതഅല്ലിമീങ്ങളോട്, സജ്ജനങ്ങളോട്, ശുഹദാഇനോട്, മുഹ്സിനീങ്ങളോട് തോന്നുന്ന മഹബ്ബത്താണ് ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്നേഹമാണ്, ആ സ്നേഹം മുൻനിർത്തിയാണ് പറഞ്ഞത്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തഹാബൂ, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ വലൻ തുഅ്മിനൂ ഹത്താ തഹാബൂ. നിങ്ങൾ മനസ്സിലാക്കണമേ, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ നിർബന്ധമാണ്. അള്ളാഹുവാണ് എൻ്റെ ആരാധ്യൻ, കണ്ണുകളാൽ കാണപ്പെടാത്തവൻ, എന്നാൽ കണ്ണുകളെയും ഈ പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും പടച്ചവനായ അള്ളാഹു. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ, മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. ഈ ഈമാനുണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ. പിന്നെ പറഞ്ഞു, സ്നേഹമുണ്ടെങ്കിലേ ഈമാനുണ്ടാകൂ, സ്നേഹമുണ്ടെങ്കിലേ ഈമാനുണ്ടാകൂ. അതുകൊണ്ട് അഹ്ലുൽ ഖിബ്ലയോട് റസൂലുള്ളാഹി തങ്ങളെ നബിയായും അള്ളാഹുവിനെ ഇലാഹായും അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളോടൊരു സ്നേഹം വേണം. സ്വാലിഹീങ്ങളോടൊരു സ്നേഹം വേറെയാണ്, മുത്തഖീങ്ങളോടൊരു സ്നേഹം വേറെയാണ്, ശുഹദായിനോട്, അംബിയായിനോട്, ഔലിയായിനോട്, ഇവരോടൊക്കെയുള്ള സ്നേഹത്തിൻ്റെ ലെവലുകൾ വ്യത്യാസമുണ്ട്. എന്നാൽ അഹ്ലുൽ ഖിബ്ലയെ, ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകളോട് ഒരു മിനിമം സ്നേഹം മുഅ്മിനിന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് വെറുപ്പുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നവർ, മുഅ്മിനീങ്ങളെ പരസ്പരം വെറുപ്പിക്കുന്ന ആളുകൾ, അവരറിയാതെ ഈമാനിൻ്റെ കണിക അവരുടെ മനസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോയി കാണും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഒരിക്കലും അത് സംഭവിക്കരുത്. നമ്മളീ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? സ്വർഗത്തിലെത്താനാണ്, ഹബീബിനെ കാണാനാണ്, അള്ളാഹുവിനെ കാണാനാണ്. ലൻ തദ്ഖുലുൽ ജന്ന, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. ഈമാൻ ഉണ്ടാകുന്നവരെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. സ്വർഗം വേണോ? ഈമാൻ വേണം. വലൻ തുഅ്മിനൂ ഹത്താ തഹാബൂ. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. എത്ര വലിയ ഹദീസാണിത്. എന്നിട്ട് പറഞ്ഞു, അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവാൻ കാരണമാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, പഠിപ്പിച്ചു തരൂ നബിയെ.
അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പ്രകടിപ്പിക്കണം, പ്രചരിപ്പിക്കണം. സലാം പറയണം, സലാം അടക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ കരുണയും നിങ്ങൾക്ക് മേലുണ്ടാകട്ടെ. അതൊരു പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളിടത്താണത് പറയാൻ കഴിയുന്നത്, സ്നേഹത്തോടുകൂടെയാണത് പറയേണ്ടത്. അത് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവും. സ്നേഹമുണ്ടാകുന്നിടത്ത് ഈമാൻ ഉണ്ടാകും. ഈമാൻ ഉണ്ടെങ്കിലേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ. നോക്കണേ, ഇങ്ങനെ സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ എപ്പോഴും പ്രസന്നവദനരായിരുന്നു. സ്വഹാബികളുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോഴേ ഹബീബിനോളം ത്യാഗം സഹിച്ച ആരുണ്ട് ലോകത്ത്? ഹബീബിനോളം ദുഃഖമനുഭവിച്ച ആരുണ്ട് ലോകത്ത്? ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം പുണ്യനബി തങ്ങളുടെ 7 മക്കളിൽ 6 പേരെയും സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത ഉപ്പയല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 മക്കളിൽ 6 പേര് വാപ്പ ജീവിച്ചിരിക്കെ വഫാത്തായിട്ടുണ്ട് എന്നറിയണം. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഏറ്റവും ഇളയ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവർ മാത്രമാണ് ഹബീബ് വഫാത്തായി 6 മാസം കൊണ്ട് വഫാത്തായത്. 20 വയസ്സ് പ്രായമായപ്പോൾ ബാക്കി എല്ലാ മക്കളെയും സ്വന്തം കരങ്ങളാൽ ഖബറിലേക്ക് ഇറക്കി വെച്ച ഉപ്പയാണ് ഹബീബായ നബി. എന്നിട്ട് പോലും ഒരു ദുഃഖത്തിൻ്റെ മുഖത്തോടുകൂടെയല്ല നബി തങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവിടുന്ന് ചിരിക്കുമായിരുന്നു, തമാശ പറയുമായിരുന്നു, അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമായിരുന്നു. സ്വഹാബിമാര് പറയുന്നുണ്ട്, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങളും ഞങ്ങളും പുറത്തു വന്നിരിക്കും. കുറേ നേരം ഞങ്ങൾ സംസാരിക്കും. ആ കൂട്ടത്തിൽ ജാഹിലിയ കാലത്ത് ചെയ്തു കൂട്ടിയ ഓരോരോ കുസൃതികൾ പറയുമ്പോൾ, അന്ന് വേട്ടയാടാൻ പോയ കഥ പറയുമ്പോൾ, വഴി തെറ്റിപ്പോയ കഥ പറയുമ്പോൾ, അവർ മത്സരം നടത്തി തോറ്റുപോയത് പറയുമ്പോൾ, യുദ്ധത്തിൻ്റെ കഥകൾ പറയുമ്പോൾ, കച്ചവടത്തിൻ്റെ ചില കൗതുകങ്ങൾ പറയുമ്പോൾ, എല്ലാം ഒരു മടുപ്പുമില്ലാതെ ഞങ്ങൾ പറയുന്ന കഥകൾ ചെവി തുറന്ന് ഞങ്ങളോടൊപ്പം കേൾക്കുകയും ഹബീബായ നബി ഞങ്ങൾ ചിരിക്കേണ്ടിടത്ത് ചിരിക്കുകയും ഇടക്ക് കയറി പറയേണ്ടിടത്ത് അതിലിടപെടുകയും ചെയ്തുകൊണ്ട് ഹബീബായ നബി ഞങ്ങളുടെ സംസാരം ജാഹിലിയത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ വർത്തമാനം പറയുമായിരുന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ പറഞ്ഞൂടെ, എനിക്ക് നേരമില്ല, എനിക്കിതൊന്നും പറയാൻ ഇവിടെ സമയമില്ല എന്ന് പറയാം. പക്ഷേ ജനങ്ങളുടെ വിഷയം എന്താണോ അതിൽ നബി തങ്ങൾ ഇടപെടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശ പറയും. സാഹിർ എന്ന് പറയുന്ന ഒരു കാട്ടറബിയായിരുന്നൊരു ചെറുപ്പക്കാരൻ്റെ കണ്ണ് പൊത്തി കളിച്ചിട്ടുണ്ടല്ലോ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാഹിറുൻ ബാദിയതുനാ വനഹ്നു ഹാദിറുഹു. സാഹിർ നമ്മുടെ നാട്ടിൻ പുറമാണ്, നമ്മൾ സാഹിറിന് നഗരമാണ്, ടൗണാണ്. സാഹിറാണെങ്കിലോ ഗ്രാമമാണ്, ഗ്രാമീണനാണ് എന്ന് നബി തങ്ങൾ പറയും. സാഹിറുൻ ബാദിയതുനാ വനഹ്നു ഹാദിറുഹു. മദീനയുടെ അങ്ങാടിയിൽ എന്തൊക്കെയോ പച്ചയിലകളും വേരുകളും വിൽക്കാൻ നടക്കുന്ന സാഹിർ എന്ന് പറയുന്ന ഒരു കറുകറുത്തടിമയായിരുന്ന ചെറുപ്പക്കാരൻ. ഖാന ദമീമൻ, കാണാൻ ഭംഗിയില്ലാതിരുന്നൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ കണ്ണ് ബാക്കിൽ നിന്ന് വന്ന് മുഖം പൊത്തിപ്പിടിച്ചു ലോകാനുഗ്രഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാഹിർ അങ്ങ് പേടിച്ചുപോയി. കാരണമെന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന കാലമുണ്ട്, ആളുകളെ അടിമകളാക്കുന്ന കാലമുണ്ട്. ആരാണ് എന്നെ പിടിച്ചത് എന്ന് സാഹിർ എന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. സാഹിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅഹ്സസ്തു ബർദ കഫൈഹി. ഹബീബാ നബിയുടെ 2 കൈകളുടെയും നനവ്, ആ ഒരു തണുപ്പ് എൻ്റെ മുഖത്തിലേക്ക് ബോധിച്ചു. ഞാൻ ഉറപ്പിച്ചു ഇത് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കണ്ണ് പൊത്തിയിരിക്കുകയാണ്. അങ്ങാടിയിലൂടെ നടക്കുന്ന പച്ചയിലകൾ വിൽക്കുന്ന സാഹിർ റളിയല്ലാഹു അൻഹുവിനെ കണ്ണ് പൊത്തിപ്പിടിച്ചപ്പോൾ സാഹിർ എന്നവരെ പറഞ്ഞു, ഞാൻ നബിയുടെ നെഞ്ചിലേക്ക് അങ്ങ് ചാരിക്കിടന്നു. ഇത് അഷ്റഫുൽ ഖൽഖാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ നബി തങ്ങൾ പറയാൻ തുടങ്ങി, മൻ യശ്തരി മിന്നി ഹാദൽ അബ്ദ്. ഈ അടിമയെ ആരാണ് എന്നിൽ നിന്ന് വാങ്ങിക്കുന്നത്? ആരാണ് കൂടുതൽ പൈസ തരുന്നത്? ഒരു അടിമയുണ്ട് എനിക്ക് വിൽക്കാൻ. സാഹിർ എന്നവർ പറഞ്ഞു, നബിയേ ഇദൻ സതജിദുനി കാസിദാ. നബിയെ, കാണാൻ ഭംഗിയില്ലാത്ത എന്നെ ആര് വില കൊടുത്ത് വാങ്ങാനാണ് നബിയെ? എനിക്ക് വില കിട്ടില്ല, എന്നെ എന്തിന് വിൽക്കണം? ഞാൻ അടിമയല്ല. പക്ഷേ നബി തങ്ങൾ വിൽക്കുകയാണെങ്കിൽ വിറ്റോളൂ. ആര് കാശ് തരും നബിയെ? എന്നെ ആര് വാങ്ങാനാണ്? എനിക്ക് വിലയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, വലാകിന്നക ഇൻദല്ലാഹി ഗാൽ. സാഹിറേ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർക്കറ്റിൽ നല്ല വിലയുണ്ട്.
ദുന്യാവിൽ വിലയില്ലാത്തത് നോക്കണ്ട, അള്ളാഹുവിനടുത്ത് നിങ്ങൾക്ക് വിലയുണ്ട് എന്ന് അങ്ങാടിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ കണ്ണിൽ പൊത്തിവെച്ച് നബി തങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ജന്നത്തുൽ ബഖീഇൽ ഒരു ജനാസ ഇറക്കി വെച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുന്നു. ഇതവിടെ നിന്ന് വഫാത്താകുന്നതിൻ്റെ ഏതാനും വിരലെണ്ണാവുന്ന ദിവസങ്ങൾക്ക് മുമ്പാണ്. 6-7 ദിവസങ്ങൾക്ക് മുമ്പ് ജന്നത്തുൽ ബഖീഇൽ ഒരു ജനാസ ഇറക്കി വെച്ച് നബി തങ്ങൾ വരുന്നു. വഅന അജിദു സുദാഅൻ ഫീ റഅസി, എനിക്കാണെങ്കിലോ അന്ന് തലവേദനയുണ്ട് എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തലവേദന വലിയൊരു പ്രയാസമുള്ള അസുഖമാണ്. ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ, നമുക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ചു പോകുന്നൊരവസ്ഥയാണ്. അള്ളാഹു അത്തരം അസുഖമുള്ള മുഴുവൻ ആളുകൾക്കും ഈ സദസ്സിൻ്റെ ഹുർമത്ത് കൊണ്ട് അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഅന അഖൂൽ, മൈഗ്രെയിൻ വേദന കൊണ്ട് ഞാനിങ്ങനെ പറയുകയാണ്, വാ റഅസാ, എൻ്റെ തല, എൻ്റെ തലയെ, എൻ്റെ തലവേദന എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ബൽ അന വാ റഅസാ, ആയിഷ നിങ്ങളുടെ തലവേദന ഞാൻ അനുഭവിക്കുന്നത് പോലെ. ആയിഷ ബീവി, നിങ്ങളുടെ തലവേദന എൻ്റെ തലവേദനയാണ്. ബൽ വാ റഅസാ, ബൽ അന വാ റഅസാ, ബീവി നിങ്ങളുടെ വേദന എൻ്റെ വേദനയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളോട് നബി തങ്ങൾ അങ്ങനെയാണ്, തങ്ങളോട് സ്വഹാബിമാർ അങ്ങനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് ഒരു ഈത്തപ്പഴം കൊടുക്കേണ്ടി വന്നപ്പോൾ ഒരേ ഒരു ഈത്തപ്പഴമേ ഉള്ളൂ. രണ്ടുപേരും വിശന്നിരിക്കുകയാണ്. നബിയെ അങ്ങ് കഴിച്ചോളൂ എന്ന് നബി തങ്ങൾക്ക് നൽകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ചീന്ത് കിട്ടിയപ്പോൾ പുണ്യ നബി അത് കഴിച്ചപ്പോൾ അതിൻ്റെ മധുരം എൻ്റെ തൊണ്ടയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടേത് സ്വഹാബികൾ അനുഭവിക്കും, സ്വഹാബികളുടേത് തങ്ങൾ അനുഭവിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാ റഅസാ, എൻ്റെ തലയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോൾ, തലവേദന കൊണ്ട് പുളയുമ്പോൾ, ബൽ അന വാ റഅസാ, എൻ്റെ തലവേദന ആയിഷ എൻ്റേത്, നിങ്ങളുടേതല്ല, ആ വേദന എൻ്റേതാണ് എന്ന് നബി തങ്ങൾ ഏറ്റെടുക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്നൊരു തമാശ പറഞ്ഞു, മാ ളറക്കി ലൗ മിത്തി ഖബ്ലി, ആയിഷ ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കുമല്ലേ, ഫഗസ്സൽതുകി, നിങ്ങളുടെ ജനാസ ഞാൻ കുളിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, വകഫൻതുകി, ആയിഷ നിങ്ങളെ കഫംപുട പുതക്കുന്നത് ഞാനായിരുന്നെങ്കിൽ, ثم صليت عليك, നിങ്ങളുടെ ജനാസ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിങ്ങളുടെ ജനാസ നിസ്കാരം ഞാൻ ഇമാമായി നിൽക്കുകയും, വദഫൻതുകി, എൻ്റെ ഈ കരങ്ങളാൽ ആയിഷ നിങ്ങളുടെ ജനാസ ഖബറിലേക്ക് വെക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടുകയായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും ആയിഷ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തമാശ പറയുകയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽതു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലക അന്നി ബിക വല്ലാഹ് ലൗ ഫഅൽത ദാലിക്, എനിക്കറിയാം നബിയേ ഞാൻ മരിക്കുകയും എന്നെ കുളിപ്പിക്കുകയും എന്നെ കഫൻ ചെയ്യുകയും എന്നെ ഖബറിലേക്ക് വെക്കുകയും ചെയ്തിട്ട്, ലഖദ് റജഅത ഇലാ ബൈതി, എൻ്റെ റൂം, എൻ്റെ വീട്, ആ വീട്ടിലേക്ക് അങ്ങ് വരികയും, ഫഅറസ്ത ഫീഹി ബിബഅദി നിസാഇകി, ഹഫ്സ ബീവിയെയോ സൈനബ് ബീവിയെയോ സഫിയ ബീവിയെയോ എൻ്റെ കൂടെയുള്ള അങ്ങയുടെ ഭാര്യമാരിൽ വേറെ ആരെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും അങ്ങ് അവരോടൊപ്പം കിടന്നുറങ്ങുകയും ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല നബിയേ, അതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് വേണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇത് കേട്ടത്. കാരണം ഇത് വലിയൊരു സ്നേഹമാണ്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി പറയുകയായിരുന്നു, വാ സുഖ്ലയാ, എൻ്റെ നാശമേ, വല്ലാഹി ഇന്നി ലഅദുന്നുക തുഹിബ്ബു മൗതി, ഞാൻ മരിച്ചു പോകണമെന്ന് നബി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? വലൗ ഖാന ദാലിക്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ
ലളലൽത ആഖിറ യൗമിക മുഅർരിസൻ ബിബഅദി അസ്വാജിക, എന്നിട്ട് വേണമല്ലേ നബിയെ അങ്ങേക്ക് മറ്റൊരു കല്യാണം കഴിക്കാൻ എന്ന് നബി തങ്ങളോട് മറുപടി പറയുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. വതബസ്സമ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ മറുപടി കേൾക്കുന്നത്. കാരണം മരിച്ചുപോയാലും മടങ്ങാത്ത ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്നേഹപ്രകടനമാണത്. ഞാൻ മരിച്ചാലും ഭാര്യമാർക്ക് അങ്ങനെയാണ്, തൻ്റെ ഭർത്താവ് മറ്റൊരു കല്യാണം കഴിക്കരുത് എന്നവർ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. കാരണം അത് സ്നേഹമാണ്. ഞാൻ മരിച്ചുപോയാലും എനിക്ക് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അത് മരണപ്പെട്ടു കഴിഞ്ഞാലും തുടരേണ്ട ഒരു സ്നേഹം എന്നെ ഓർക്കാതാകുമോ, എന്നെ മറന്നു പോകുമോ, എന്നോടുള്ള സ്നേഹം മറ്റാരിലേക്കെങ്കിലും ഡൈവേർട്ടായി പോകുമോ എന്ന് തോന്നുന്ന ഭയപ്പാടുകൊണ്ട് ആ സ്നേഹപ്രകടനത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുസൃതികൾ നബി തങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ അതിലിടപെട്ടവരാ നബി തങ്ങൾ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു, സാറത്നാ സൗദതു റളിയല്ലാഹു അൻഹാ യൗമൻ, ഒരു ദിവസം സൗദ ബീവി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനി വബൈനഹാ, എൻ്റെയും സൗദ ബീവിയുടെയും ഇടയിൽ നബി തങ്ങൾ ഇരുന്നു. നബി തങ്ങളുടെ ഒരു കാല് എൻ്റെ മടിയിലേക്കും മറ്റൊരു കാല് സൗദ ബീവിയുടെ മടിയിലേക്കും വെച്ചുകൊണ്ട് വൽ ഉഖ്റാ ഫീ ഹിജ്രിഹാ, ആ സമയത്ത് ഫഅമിൽതു ലഹാ ഹരീറതൻ, ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണം തയ്യാറ് ചെയ്തു ഞാൻ കൊണ്ടുവന്നു. എന്നിട്ട് സൗദ ബീവിയോട് പറഞ്ഞു, കുലീ, തിന്നോളൂ സൗദ, തിന്നോളൂ. രണ്ടുപേരും ഹബീബിൻ്റെ ഭാര്യമാരാണ്. ഒരു ഭാര്യയ്ക്ക് മറ്റൊരു ഭാര്യയോട് തോന്നുന്ന ആ സ്വതസിദ്ധമായ ഒരു ഗീറത്ത് അല്ലെങ്കിൽ ഒരു അസൂയ, ആ അസൂയ കൊണ്ട് സൗദ ബീവി ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞു. ഹബീബ നബി തങ്ങൾക്ക് ആയിഷ ബീവി ഉണ്ടാക്കി കൊടുത്തത് ഞാൻ എൻ്റെ റസൂലിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന വാശിയിൽ സൗദ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഞാൻ കഴിക്കൂല. ആയിഷ ബീവി വാശി പിടിച്ചു, കുലി, നിങ്ങളിത് കഴിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ ഭക്ഷണമെടുത്തില്ല ഉലത്തിഖന്ന വജ്ഹകി, നിങ്ങളുടെ മുഖത്ത് ഞാൻ വാരിപ്പൊത്തും ഈ ഭക്ഷണം. അപ്പോഴും സൗദ ബീവി ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ ഒന്നും നോക്കിയില്ല. പുണ്യനബി ഇരിക്കുന്നിടത്താണ് ഈ കുസൃതിയൊക്കെ നടക്കുന്നത്. അതിൽ നിന്ന് കൈകൊണ്ട് വാരിയെടുത്ത് സൗദ ബീവിയുടെ മുഖത്തങ്ങ് തേച്ച് പിടിപ്പിച്ചു. സൗദ റളിയല്ലാഹു അൻഹ ദേഷ്യം പിടിച്ച് അവരും കുറച്ചെടുത്ത് ആയിഷ ബീവിയുടെ മുഖത്തും. ഇത് രണ്ടും കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് നബിതങ്ങൾ ആ തമാശയിൽ പങ്കുചേരുകയാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫഇദാ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു വീടിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, എൻ്റെ മോൻ അബ്ദുള്ള അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഖൂമാ ഫഗ്സിലാ വുജൂഹകുമാ, ആയിഷ സൗദ എഴുന്നേറ്റ് വേഗം മുഖം കഴുകിക്കോളൂ. ഫലാ അഹ്സിബു ഉമറ ഇല്ലാ ദാഖില, ഉമർ എന്നവർ ഇപ്പൊ വരും കേട്ടോ, ഈ കളി കണ്ട ഉമർ എന്നവർക്ക് ഇഷ്ടപ്പെടൂല, അതുകൊണ്ട് വേഗം പോയി മുഖം കഴുകി ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്നോളൂ എന്ന് ഞങ്ങളോട് പുണ്യ നബി പറഞ്ഞു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ബീവി പറയാണ്, ഉമർ എന്നവരെ നബി തങ്ങൾക്ക് പോലും ഇത്ര പേടിയല്ല, പക്ഷേ ഉമർ എന്നവരെ വളരെ ഗൗരവത്തിലാണ് നബി തങ്ങൾ കാണുന്നത്. ഉമർ എന്നവർ ഇപ്പൊ വരും, വേഗം പോയി മുഖം കഴുകിക്കോളൂ. ഫമാസിൽതു അഹാബു ഉമറ ലിഹൈബത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബി തങ്ങൾക്ക് ഉമർ എന്നവരോട് ഇത്ര ഒരു പേടി തോന്നിയ നേരം മുതൽ ഉമർ എന്നവരെ എനിക്ക് പേടിയായി തുടങ്ങിയെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അതായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്ക് അല്ലെങ്കിൽ ഖൈബർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ടോയ്സ് വെക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഒരു കബോർഡ് നമ്മൾ പറയുന്ന പോലെ, ഒരു ഷോക്കേസ് പോലെ ഒരു ചെറിയ ചുമരിൻ്റെ ഒരു പൊത്തുണ്ട്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അന്നത്തെ കൗതുകമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഇടമാണത്. സഹ്വത്ത് എന്നാണ് അതിന് പറയാം. അപ്പോൾ അതിന് ചെറിയൊരു കർട്ടനുണ്ട്, നമ്മൾ ഗ്ലാസ് വെച്ച് അടക്കട പോലെ ഒരു കർട്ടനുണ്ട്, ഒരു തുണിയുണ്ട്. ആ തുണിയുടെ പിറകിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തോ ഒരു കൗതുകത്തിന് ചില ടോയ്സുകൾ വെച്ച് പിടിപ്പിക്കുന്ന കാലമായിരുന്നു അത്. കാറ്റടിച്ചപ്പോൾ ആ ഒരു തുണി അങ്ങോട്ട് നീങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബൊമ്മക്കുട്ടികളെ, ടോയ്സ്, ഡോളുകൾ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അവർ കളിക്കാൻ കൊണ്ടുവന്ന് വെച്ചത്. ചില കുട്ടികൾക്ക് ഉണ്ടാവും ഇപ്പോഴും ബെയർ, ഈ സ്പോഞ്ചിൻ്റെ ഒക്കെ ബെയറുകളും അത് ടോയ്സുകളൊക്കെ ഇപ്പോഴും കൂട്ടിപ്പിടിച്ച് കിടക്കുന്ന കുട്ടികളെ കാണാം. അവർ എത്ര വലുതായാലും അതപ്പോൾ അവർക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കും.
ഈ രൂപങ്ങൾ ശില്പങ്ങൾ പാടില്ല എന്ന് നിഷിദ്ധമാക്കിയെടുത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ ഡോളുകൾ അതിന് കുഴപ്പമില്ല എന്ന് ശറഅ് അനുവദിക്കാൻ കാരണം അതാ. അവരുടെ മാനസിക വികസനത്തിന് അവർ പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കുട്ടികളെ തലോലിക്കുന്നത്, കുട്ടികളെ കുളിപ്പിക്കുക, കൊച്ചുമക്കളെ പോറ്റി വളർത്തുന്നത്, അങ്ങനെയുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അത്തരം ഒരു കൗതുകമുള്ള കളികളൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും അങ്ങനെ ചില കുസൃതി കളികളുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ ഷോക്കേസിൻ്റെ ആ ഒരു മറങ്ങട്ട് നീങ്ങിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദായ ആയിഷ, എന്താ ആയിഷ ഈ കാണുന്നത് എന്ന് ചോദിച്ചു. ഖാലത്ത് ബനാത്തി, ഇതെൻ്റെ കുട്ടികളാണ് നബിയെ, ഇതെൻ്റെ കുട്ടികളാണ്, എൻ്റെ പെൺകുട്ടികളാണ്. അപ്പോൾ കുറേ ഡോൾസാണുള്ളത്, കുറേ ബൊമ്മക്കുട്ടികളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടക്ക് ചിറകുള്ള ഒരു കുതിരയെ കണ്ടു, തുണി കൊണ്ടുണ്ടാക്കിയ ഒരു കുതിര, അതിന് ചിറകുകളുണ്ട്. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, മാ ഹാദല്ലദി അറാ വസതഹുന്ന, നിങ്ങളുടെ ഈ പെൺകുട്ടികളുടെ ഇടയിൽ ആ നടുവിൽ കാണുന്ന സാധനം എന്താ? ഫറസുൻ, അത് കുതിരയാ നബിയെ. വമാ ഹാദല്ലദി അലൈ, എന്താ കുതിരന്റെ ദേഹത്തുള്ളത്? ജനാഹാൻ, 2 ചിറകുണ്ട്. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഫറഹുൻ ലഹു ജനാഹാൻ, ചിറകുള്ള കുതിരയോ? അപ്പൊ ആയിഷ ബീവിന്റെ മറുപടി, അമാ സമിഅത അന്ന ലി സുലൈമാന ഖൈലൻ ലഹ അജ്നിഹ, സുലൈമാൻ നബിക്ക് ചിറകുള്ള കുതിരകൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്ന്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഹബീബിനറിയാം. അങ്ങനത്തെ കുതിര ഉണ്ടോ ഇല്ലേ എന്ന് നബി ഞങ്ങൾക്കറിയാം. അങ്ങനത്തെ കുതിരൊന്നും ഇല്ലായിരുന്നുവെന്ന് ആയിഷ ബീവിയോട് തർക്കിക്കേണ്ട നേരമല്ല അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളഹിക ഹത്താ റഅയ്തു നവാജിദഹു, അവിടുന്ന് മൗനിയായി ഉറക്കച്ചിരിച്ചു. ആ ചിരിയിൽ ഹബീബിൻ്റെ അണപ്പല്ലുകൾ ഞാൻ കണ്ടു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗൗരവക്കാരനായിരുന്നില്ല. വീടുകളിൽ കൊച്ചുമക്കളോട് ആ സ്നേഹത്തിലും കൗതുകത്തിലും ഇടപെടണം. ഞാനൊരു വലിയ നേതാവാണ്, ഞാനൊരു വലിയ ആളാണ്, ഞാൻ ഇന്നതിൻ്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഖജാൻജിയാണ്, മെമ്പറാണ്, MLA ആണ്, മന്ത്രിയാണ്, ഇതൊന്നും കൊച്ചുമക്കൾക്കറിയില്ല. നിങ്ങൾ അവരുടെ മുമ്പിൽ അവരുടെ വാപ്പയാണ്, അവരുടെ ആങ്ങളയാണ്, അവരുടെ സഹോദരനാണ്. നിങ്ങളുടെ വീട്ടിൽ മക്കളോട് ഇടപെടേണ്ടതിൻ്റെ മാതൃക പുണ്യ നബിയിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈബിയ സന്ധി നടന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 1400 സ്വഹാബികളുണ്ട്. 1400 സ്വഹാബികൾ. അവരുടെ കൂടെയുള്ളത് 50 ആടുകളാണ്. ആ ആടുകളുടെ പാലൊന്നും കുടിച്ചാൽ അവർക്ക് ആർക്കും വിശപ്പ് മാറില്ല. അങ്ങനെ ഫഖഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജബർ റഖിയ, ഒരു കിണറുണ്ടായിരുന്നു അവിടെ. ആ കിണറിന്റെ വക്കിൽ നബി തങ്ങൾ വന്നിരുന്നു. സുമ്മ ദഅ, അവിടുന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. ആ കിണറ്റിലേക്ക് അവിടുന്ന് ഇമ്മാ ബസഖ ഫീഹ, അതിൽ ഹബീബിന്റെ പരിശുദ്ധമായ ഉമിനീരിന്റെ തുപ്പൽ ആ കിണറ്റിലേക്ക് വീണു എന്നാണ് ചരിത്രം. ഫജാഷത്, ആ കിണറിൽ വെള്ളം അണപൊട്ടി ഒഴുകുകയാണ്. ഫസഖൈന വസ്തഖൈന, ഞങ്ങൾ കുടിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ഒട്ടകങ്ങളെ കുടിപ്പിച്ചു, ഞങ്ങൾ എടുത്തു വെച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിലെ ആ വൃക്ഷത്തിൻ്റെ അരികിലേക്ക് വിളിച്ചു എല്ലാവരെയും ബൈഅത്ത് ചെയ്യാൻ. മഹാനായ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായിരുന്ന സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിലുണ്ട്. ആ ബൈഅത്തിൽ ആദ്യമായി ബൈഅത്ത് ചെയ്തത് സലമ റളിയല്ലാഹു അൻഹുവാണ്. സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു ആദ്യം ഹബീബിനെ ബൈഅത്ത് ചെയ്തു. പിന്നെ ഓരോരുത്തരും വന്ന് ബൈഅത്ത് ചെയ്യാൻ. കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി ഖുറൈശികളുടെ അടുത്തേക്ക് സംസാരിക്കാൻ ചെന്നപ്പോൾ ഒരുപാട് നേരം ഉസ്മാൻ എന്നവരെ പിടിച്ചു വെച്ചപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ന്യൂസ് സ്പ്രെഡായി, ഉസ്മാൻ എന്നവരെ അവർ കൊന്നുകളഞ്ഞു എന്ന്. സത്യത്തിൽ കൊന്നുകളഞ്ഞിട്ടില്ലായിരുന്നു, വധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദൂതനെ കൊല ചെയ്യുന്നത് ജാഹിലിയ കാലത്ത് പോലും ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ഒരു ദൂതൻ കൊല്ലപ്പെട്ടതാണ് തബൂക്ക് യുദ്ധം ഉണ്ടാവാൻ കാരണമായത്. നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹബീബായ നബി നിങ്ങൾ എപ്പോഴാ പറഞ്ഞ സ്വഹാബികളെ, നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. ഒരു യുദ്ധം ഇവിടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ദീനിൻ്റെ പക്ഷത്ത് പാറ പോലെ ഉറച്ചു നിൽക്കും, നിങ്ങൾ ഹബീബിൻ്റെ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് തരണം. അങ്ങനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പറയാൻ. ആ സമയത്ത് ആദ്യമായി ഹബീബിൻ്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തത് സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലണം. റളിയല്ലാഹു അൻഹും വറദൂ അൻ, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു, അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുവെന്ന് വിശുദ്ധ ഖുർആൻ. ബൈഅത്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ ഞാൻ ബൈഅത്ത് ചെയ്തു. അവ്വലന്നാസ്, ആദ്യമായി ജനങ്ങളിൽ നിന്ന് ആദ്യമായി ഹബീബിൻ്റെ കൈപിടിച്ചത്, നബിയെ അങ്ങയുടെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പ് കൊടുത്തത് സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു.
ثم بايع وبايع. അങ്ങനെ ഒരുപാട് ആളുകൾ ബൈഅത്ത് ചെയ്തുകൊണ്ടിരുന്ന ഹബീബിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ബായ യാ സലമ, സലമ, സലമത്ത് ബിൻ അക്വഅ, നിങ്ങൾ വന്ന് ബൈഅത്ത് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നബിയേ ബായഅതുക യാ റസൂലല്ലാഹ് ഫി അവ്വലിൻ നാസ്, ഞാനല്ലയോ നബിയെ ആദ്യം ബൈഅത്ത് ചെയ്തത്, ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. വഅയ്ളൻ, ഒന്നുകൂടെ ചെയ്യേ. അങ്ങനെ രണ്ടാമതും സലമ റളിയല്ലാഹു അൻഹു ഹബീബാ നബി തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. വറആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസിലാ, എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, എൻ്റെ കയ്യിൽ വാളില്ല, പരിചയില്ല, ഒന്നുമില്ല എന്ന് നബി തങ്ങൾ കണ്ടപ്പോൾ ഫഅഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജഫതൻ, ഹബീബാ നബി തങ്ങൾ എനിക്ക് ഒരു പടയങ്കി ധരിക്കാൻ തന്നു. എന്നിട്ട് ഞാൻ രണ്ടാമതും ഹബീബിനെ ബൈഅത്ത് ചെയ്തു. അങ്ങനെ വീണ്ടും ആളുകൾ ബൈഅത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, അലാ തുബായിഉനി യാ സലമ, സലമത്ത് ബിൻ അക്വഅ, നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലയോ? ഞാൻ പറഞ്ഞു, നബിയേ ബായഅതുക യാ റസൂലല്ലാഹ് ഫി അവ്വലിൻ നാസ് വഫി ഔസത്തിൻ നാസ്, നബിയേ ജനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാനല്ലയോ അത് തുടങ്ങിയത്, അതിനിടയിലും ഞാൻ വന്ന് ബൈഅത്ത് ചെയ്തല്ലോ നബിയേ, ഇനിയും വേണോ? വഅയ്ളൻ, ഒന്നുകൂടെ എന്നോട് പറഞ്ഞപ്പോൾ ഫബായഅതുഹു സാലിസ, 3 തവണ ഹബീബിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത സ്വഹാബിയാണ്.